ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അത് വിളമ്പി കഴിക്കുന്നേരം എങ്ങനെയുണ്ടെന്നറിയാൻ അമ്മ കാത്തിരിക്കും. അപ്പോഴുണ്ടാവും ഒരു വെപ്രാളം. ഒരു നല്ല വാക്ക് കേൾക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ചിരിക്ക് പതിവിലും ഭംഗിയാണെന്ന് കല്ലുവിന് തോന്നാറുണ്ട്. കേക്ക് ലെയറാക്കി ക്രീമിട്ട് ഷേപ്പ് ചെയ്ത് കളർ പൊടിയും ചെറിയും കൊണ്ട് ഭംഗിയായിട്ട് അലങ്കരിച്ചു. കാണാൻ തന്നെ അടിപൊളിയായി. കല്ലു കട്ട് ചെയ്ത് ബാക്കിയൊന്ന് കേക്കിലേക്ക് കുറച്ച് ക്രീമിട്ട് സ്പൂൺ കൊണ്ടെടുത്ത് കഴിക്കാൻ തുടങ്ങി. അടിപൊളി അമ്മ, ഇടുക്കി. കല്ലു അപ്പോൾ തന്നെ വിളിച്ചു പോയി. അത് കേട്ടപ്പോൾ തന്നെ ദേവിക്ക് സന്തോഷമായി. എന്നാൽ പിന്നെ ഇത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കട്ടെ, എല്ലാവരും വരുമ്പോൾ തന്നെ മുറിക്കാലോ. കല്ലു തലയാട്ടിയതും ദേവി കേക്ക് സൂക്ഷിച്ചെടുത്ത് ഡൈനിങ് റൂമിലേക്ക് നടന്നു. അയ്യോ, ഫോട്ടോ എടുത്തില്ല. അപ്പോഴാണ് അക്കാര്യം ഓർക്കുന്നത്. കല്ലു ഫോൺ തപ്പിയപ്പോഴാണ് അത് മുറിയിലാണെന്ന് ഓർത്ത്. ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം, വിളിച്ചു പറഞ്ഞുകൊണ്ട് കയ്യിലെ ക്രീം നക്കി ഓടിപ്പോകുന്നവൾ ദേവി നോക്കി നിന്നു. കല്ലു സ്റ്റെപ്പ് കയറി വരുന്ന ശബ്ദം കേട്ടതും കാശി വാതിൽക്കൽ അവൾക്ക് കാണാൻ പാകത്തിന് തന്നെ നിന്നു. ബ്രേക്കില്ലാതെ ഓടി വന്ന കല്ലു ആവട്ടെ നേരെ അവന്റെ നെഞ്ചിലാണ് വന്ന് പതിച്ചത്. ഒന്നും ഞെട്ടിയെങ്കിലും കാശി വേഗം തന്നെ അവളെ ചുറ്റിപ്പിടിച്ചു. വല്ലപ്പോഴും ആണല്ലോ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. കല്ലുവിന് ഇപ്പോഴും സംഭവം കത്തിയിട്ടില്ല. മിനിഞ്ഞാന്ന് ഹൈദരാബാദ് പോയ കാശി ഇപ്പൊ ഇവിടെ എപ്പോ വന്നു? അവൾ അത്ഭുതം വിട്ടുമാറാ ചോദിച്ചു. ഒരമണിക്കൂറായി വന്ന് കുളിച്ചു. നിന്നെ കാണാൻ വരാൻ തുടങ്ങിയപ്പോൾ നീ ഇങ്ങോട്ട് വന്നു. കാശി കണ്ണുകൾ തുരുതുരെ അടച്ചു കാണിച്ചു. അയ്യടാ, ഒരു നിച്ചിക്കളങ്കൻ, മാറങ്ങോട്ട്. കല്ല് കുതിരി മാറാൻ നോക്കി. എങ്ങോട്ട്? കാശി വിടാതെ പിടിച്ചു. എന്തിനാ ഇപ്പൊ വന്നേ? ആ വഴി ഇങ്ങോട്ടെല്ലാം പൊക്കൂടായിരുന്നോ? വീണ്ടും കുതിറി. ഇത്തവണ ദേഷ്യം വന്നിട്ട് മൂക്കൊക്കെ ചുവന്നു. അല്ല പിന്നെ, അപ്പൊ എനിക്ക് എന്റെ സ്വീറ്റ് വൈഫിയെ കാണണ്ടേ? കാശി ഒരു ഗ്ലാസ് പാൽ 2 കിലോ പഞ്ചസാര ഇട്ട് ഇളക്കി. എനിക്കാരെയും കാണണ്ട. കല്ലുവിന് പഞ്ചസാര ഇഷ്ടമല്ല. വീണ്ടും കുതിരൽ. അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. കാശി പിടിവിട്ട് അപ്പോൾ തന്നെ അവളുടെ മുഖം കയ്യിലെടുത്ത് ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. കല്ലു ഒരു നിമിഷം അനങ്ങാനാവാൻ നിന്നു. അത് മനസ്സിലാക്കിയതും അവൻ ഭ്രാന്തമായ പ്രണയത്തോടെ അവയെ വീണ്ടും വീണ്ടും ചുംബിച്ചുകൊണ്ടിരുന്നു. കല്ലുവിന്റെ എല്ലാ പരിഭവങ്ങളും അതിൽ അലിഞ്ഞു തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കേക്ക് ഇടുന്ന അവളിൽ നിന്ന് അകന്നപ്പോൾ അവൻ ചോദിച്ചു. കേക്കിന്റെ രുചി അവന് കിട്ടിയിരുന്നു. അമ്മയുണ്ടാക്കിയതാ? നല്ല മധുരം. അവളെ നോക്കി അവൻ പറയുമ്പോൾ അവൾ നാണത്താൽ മുഖം കുനിച്ചു. അല്ല, നീ എന്തിനു ഓടിക്കേറി വന്ന്? അപ്പോഴാണ് കല്ലു അത് ഓർത്ത്. ഞാൻ ഫോൺ എടുക്കാൻ വന്നാ. വേഗം തന്നെ മേശപ്പുറത്തിരുന്ന ഫോൺ എടുത്ത് അവൾ താഴേക്ക് ഓടി. അവൾക്ക് പിറകെ അവനും. കല്ലുവിനെ നോക്കിയിരുന്ന ദേവിയുടെ കണ്ണുകൾ പിന്നിലായി വരുന്ന കാശിയിലുടക്കി നിന്നു. നീ ഇതെപ്പോ വന്നു? കുറച്ചു മുമ്പ്. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അതെങ്ങനെയാ? ഞാൻ വന്ന് നോക്കുമ്പോൾ രണ്ടും കൂടി കൊണ്ടുപിടിച്ച പാചകത്തില്ല. ഈ വീട്ടിൽ കള്ളം കയറിയാൽ പോലും നിങ്ങൾ അറിയില്ലല്ലോ. അവൻ പറഞ്ഞിട്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് കരുതി ദേവി ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അച്ഛനും ജഗ്ഗുവും മുമ്പേ വന്നിരുന്നു. ജഗ്ഗു കേക്ക് മുറിക്കാൻ പറഞ്ഞ് ബഹളം വെച്ചവും ദേവി കല്ലുവിനെ കൊണ്ട് മുറിപ്പിച്ചു. കാശി അപ്പോഴും കഴിഞ്ഞ നിമിഷങ്ങളിലെ ഓർമ്മകളിലായിരുന്നു. കേക്ക് എങ്ങനെയുണ്ട് കേട്ടോ? കസേരയിൽ പിടിച്ചെന്ന് പുഞ്ചിരിക്കുന്ന കാശിയോട് പെട്ടെന്നാണ് ജഗ്ഗു അത് ചോദിച്ചത്. ആ, നന്നായിട്ടുണ്ട്. കാശി ഞെട്ടി അവനെ നോക്കി. അതിന് ഏട്ടൻ കഴിച്ചില്ലല്ലോ. അവൻ്റെ മുഖത്തൊരാക്കിയ ഭാവം. അതോടെ കാശിക്ക് കാര്യം മനസ്സിലായി. അവനെ ഒന്ന് കനപ്പിച്ച് നോക്കിയപ്പോൾ അവൻ്റെ ഷർട്ടിലേക്ക് കണ്ണു കാണിക്കുന്നു. ചെറുതായിട്ട് ക്രീം പറ്റിയിരിക്കുന്നു. നേരത്തെ അവളുടെ കയ്യിൽ നിന്ന് പറ്റിയതാവും. അവൻ ഒരേ ആക്കിച്ചിരിയും. കാശി വീട്ടിലുള്ളപ്പോഴൊക്കെ ദേവേട്ടൻ എല്ലാ ദിവസവും എപ്പോഴെങ്കിലും അവനെ വിളിച്ച് കമ്പനി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഒരു ദിവസം രാവിലെ ചർച്ചയ്ക്ക് ശേഷം ജഗ്ഗുവിനെ കൊടുക്കാനുള്ള പ്രൊജക്റ്റ് കാശിയുടെ കയ്യിൽ കൊടുത്തു. അവൻ ജഗ്ഗുവിന്റെ മുറിയിലെത്തുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഡിസ്കോ ദിവാനി കേൾക്കാം. നീ ഉടനെ എങ്ങനെ ഇറങ്ങുകണ്ണ? കാശി വിളിച്ചു ചോദിച്ചു. ഇറങ്ങേട്ടാ. അവന്റെ മറുപടിയോടൊപ്പം ഷവർ ഓഫ് ആയതും കാശി ഒരു ചിരിയോടെ ബെഡിലേക്ക് ഇരുന്നു. അപ്പോഴാണ് ബെഡിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന ജഗ്ഗുവിന്റെ ഫോൺ കാശി കാണുന്നത്. കമിഴ്ന്ന് കിടന്ന് ഫോൺ തിരിച്ചു നോക്കിയതും അതിൽ പാറുവിൽ നീണ്ട അവന്റെ മുഖത്തെ ചിരിമാഞ്ഞു. പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാതെ പ്രൊജക്ട് ബെഡിലേക്കിട്ട് കാശി മുറിവിട്ടിറങ്ങി. കാശി എന്തോ പറയാൻ വന്നറിഞ്ഞ് വേഗം ഡ്രസ്സ് ചെയ്തിറങ്ങിയ ജഗ്ഗു മുറിയിൽ അവനെ കാണാതെ ചുറ്റും പരതി. ഇത്ര പെട്ടെന്ന് ഇത് എവിടെ പോയി? അങ്ങനെ പറയാതെ പോവാറില്ലല്ലോ. സംശയിച്ച് നിൽക്കുകയാണ് ബെഡിൽ കിടക്കുന്ന ഫയൽ അവൻ ശ്രദ്ധിച്ച്. അതിന് തൊട്ടടുത്ത് കിടന്ന് റിങ് ചെയ്യുന്ന ഫോൺ കണ്ടതും അവിടെ നടന്ന് എന്താണെന്ന് അവന് മനസ്സിലായി. അവൻ വേദനയോടെ ഒരു നെടുവീർപ്പിട്ടു. ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് അവസാനിക്കും എൻ്റെ ഭഗവാനെ? ജഗ്ഗു മുകളിലേക്ക് നോക്കി ആത്മഹതിച്ചു. കൂരിട്ടിൽ നിന്ന് എവിടെ നിന്നോ ഒരു കരകരാ ശബ്ദം. അത് മെല്ലെ മെല്ലെ കൂടി കൂടി വന്ന് കാതടിപ്പിക്കുന്ന ശബ്ദമായി മാറി. ഉറക്കം മുറിഞ്ഞ് അവൾ ഉണർന്നു. കല്ല് കണ്ണുറക്കാതെ തന്നെ കട്ടിലിന്റെ മറുവശത്തേക്ക് കൈ നീട്ടി. കാശി, കാശി. കൈ ചെന്ന് പതിച്ചാകട്ടെ ശൂന്യമായ ബെഡിൽ. അവൾ ഞെട്ടി കണ്ണു തുറന്നു. ചുറ്റും ഇരുട്ട് മാത്രം. കാശി എവിടെ? ഉറങ്ങുന്നവരോട് ഉണ്ടായിരുന്നല്ലോ. കാശി! ഉറക്കെ വിളിച്ചു നോക്കി. എങ്ങും നിശബ്ദത, ഭയപ്പെടുത്തുന്ന നിശബ്ദത. അവൾ മെല്ലെ എഴുന്നേറ്റ് ഉറപ്പില്ലാത്ത ചൂടുകളോടെ നടന്നു. നട്ടപ്പാതിരിക്ക് പാതി ഉറക്കത്തിൽ എണീറ്റടക്കുമ്പോൾ ഇത്രയും ഉറപ്പൊക്കെ ഉണ്ടാവൂ. എവിടെ? സ്വിച്ച് എവിടെ?
ഇരു കൈയും നീട്ടി ഭിത്തിയിൽ പരതി. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് നോക്കി ഒന്നും കാണില്ലല്ലോ. ഇവിടെ അത് തന്നെ. 8 കാലി നടക്കുന്ന പോലെ ഭിത്തിയിലൂടെ അവളെ കൈകൾ പാഞ്ഞു നടന്നു. എന്നിട്ടും സ്വിച്ച് മാത്രം കിട്ടിയില്ല. പകരം വേറൊന്ന് കിട്ടി. വാതിലിന്റെ പിടി. പിടിയെങ്കിൽ പിടി. അതിൽ പിടിച്ചൊന്ന് വലിച്ചു. പിടിയടാ പിടി. ടിഷ്യൂവും. അമ്മേ! വാതിൽ തുറന്ന എന്തോന്ന് തലക്കടിച്ചു. അത് കമിഴ്ന്ന് വീണ് തലവഴി എന്തോ ദ്രാവം വീണു. എന്താ അത്? കാടിവെള്ളമാണെന്ന് തോന്നുന്നു. പഴത്തെലിയൊക്കെ തടയുന്നു. പിണ്ണാക്കിട്ടിട്ടുണ്ടോ? നല്ല ടേസ്റ്റ്. ഉറക്കമൊക്കെ പമ്പാടുന്ന പോലെ ബോധം വന്നു. പക്ഷെ എങ്ങോട്ട് പോകുന്നൊരു ഊഹമില്ല. ഇപ്പോഴും എല്ലായിടത്തും ഇരുട്ടാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ഇന്നലെ കിടന്ന വീടല്ലേ ഇത്? തൊഴുത്താണോ? ടൈം ട്രാവൽ ചെയ്ത് മുന്നോട്ടോ പിന്നോട്ടോ പോയോ? അതോ ഏതെങ്കിലും വിജനമായ മരുഭൂമിയിൽ പെട്ടുപോയോ? കല്ലുവിൻ്റെ മനസ്സ് അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവൾ ഇതൊന്നും കേൾക്കാതെ മുന്നോട്ട് നടന്നു. 2 അടി വെച്ചപ്പോൾ കയറ് പോലെ എന്തോന്നിൽ ചവിട്ടി. പെട്ടെന്നായതുകൊണ്ട് ഞെട്ടി കാല് പുറകോട്ട് വലിച്ചു. അപ്പോൾ അതാ വീണ്ടും ഒരു അടി ശബ്ദം. എന്തോ ഒരു തരം പൊടി കണ്ണിലും മൂക്കിലും പാറി വീണു. അത് ദേഹം മുഴുവൻ കുടഞ്ഞിട്ട് ആ പാത്രം താഴേക്ക് വീണു. എവിടെ എന്തൊക്കെയായി നടക്കുന്നേ? കണ്ണുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെ അടഞ്ഞിരിക്കുന്നു. കല്ല് കൈകൊണ്ട് കണ്ണിനെ മൂടിയിരുന്ന പേരറിയാത്ത പദാർത്ഥങ്ങളെ വകഞ്ഞു മാറ്റി മെല്ലെ കണ്ണു തുറന്നു. ചുറ്റും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം. തുറന്ന പോലെ തന്നെ കണ്ണടഞ്ഞു പോയി. പക്ഷേ നിമിഷ നേരം കൊണ്ട് കണ്ട മങ്ങിയ കാഴ്ചയിൽ മുന്നിലാരോ നിൽക്കുന്ന പോലെ തോന്നി. വീണ്ടും കണ്ണ് വലിച്ചു തുറന്നു. കാഴ്ച വ്യക്തമാകുന്നവരെ തിരുമ്മി നോക്കി. കുറച്ചു മുന്നിലായി കാശി, ജഗ്ഗു, യദു, അച്ചു, മീനു, അച്ഛൻ, അമ്മ, ബാലേട്ടൻ, രാജു, അമ്മ. ഇവരൊക്കെ എന്താ ഇവിടെ? ഇനി എനിക്ക് എന്തെങ്കിലും പറ്റും? അച്ഛനമ്മമാർ പരസ്പരം നോക്കി ആരാധ്യം ചിരിക്കുമെന്നറിയാതെ കഷ്ടപ്പെടുന്നു. കല്ല് നോക്കുന്ന കണ്ടിട്ടാണ് തോന്നുന്നു. അവർ ഇരുവശങ്ങളിലേക്ക് മാറി നിന്നു. നടുക്കൊരു വലിയ കണ്ണാടി വെച്ചിട്ടുണ്ട്. കല്ലുവന്നിലേക്ക് നോക്കി. മുകളിലായി ഹാപ്പി ബർത്ത്ഡേ കല്ലു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അതാണ് കാര്യം. എഴുത്തിന് താഴെ കാണുന്ന അവളുടെ രൂപത്തിലേക്ക് അവൾ നോക്കി. പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു. ഒരു ഭീകര സത്വം. വെള്ളാട്ട പോക്കറെ പോലെ. തലയിൽ ബർത്ത്ഡേ ക്യാപ്പ് പോലെ ഒരു പഴത്തൊലി പ്ലിങ്ങെന്നിരിക്കുന്നു. സുഭാഷ് രാത്രി വിളിച്ചുണർത്തി ബർത്ത്ഡേ സർപ്രൈസ് ചെയ്യുന്ന മുമ്പ് വിചാരിച്ച് കിടക്കുന്നതിന് മുമ്പ് വാലിട്ട് കണ്ണെഴുതി പൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് കിടന്ന എല്ലാം വെറുതെ ആയി പോയല്ലോ. ഇത് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. നേരത്തെ വീണ മൈദമാവായിരിക്കും. ഒട്ടുന്നുണ്ട്. ഇനി എങ്ങനെ കുളിക്കുന്നതാണ് ആലോചന. കുറച്ച് എണ്ണ കൂടി കിട്ടിയിരുന്നെങ്കിൽ പൊറോട്ട അടിക്കാമായിരുന്നു. കുറച്ചു നേരം കൂടി ഇങ്ങനെ നിന്ന മൈദ ഉണങ്ങി അനങ്ങാൻ പറ്റാതെയാവും. ശിഷ്ടജീവിതം ഒരു പ്രതിമയായി ജീവിക്കേണ്ടി വരും. എല്ലാവരും ഒന്ന് ചിരി നിർത്തിയെന്നെങ്കിൽ കേക്ക് മുറിച്ചിട്ട് പോയി കുളിക്കാമായിരുന്നു. അയ്യേ, ഈ കോളത്തിൽ അങ്ങനെ കേക്ക് മുറിക്കുക? എല്ലാവരും സ്റ്റാറ്റസ് ഇട്ട് നാറ്റിക്കില്ലേ? അതിനുള്ള ഇപ്പൊ തന്നെ അവരുടെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും മാനം പോയി. അപ്പൊ ഇനി കല്ല് ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ഒറ്റ ചാട്ടമായിരുന്നു. നിലത്ത് കിടന്ന് ചിരിച്ചു മറിയുന്ന ജഗ്ഗുവിന്റെ യദുവിന്റെയും മുഖത്ത് മൈദ കാടിവെള്ളത്തിൽ കലക്കിയ സ്പെഷ്യൽ ഫേഷ്യൽ ചെയ്ത് കൊടുത്തു. അതോടെ അവരുടെ ചിരിയിൽ നിന്നു. അടുത്ത ലക്ഷ്യം തങ്ങളാണെന്ന് മനസ്സിലാക്കി അച്ചു, മീനു നേരത്തെ ചിരി നിർത്തി ഓടി. പക്ഷെ വിട്ടുകൊടുക്കാൻ കല്ല് ഒരുക്കമില്ലായിരുന്നു. അമ്മാതിരി ചിരിയല്ലേ ചിരിച്ചത്. ഓടിച്ചിട്ട് പിടിച്ച് മുഖം അവരുടെ മുഖത്ത് വരಸಿ. ആവൂ, ഇപ്പൊ ഒരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്ത് രസം. ഇനി തേക്കാൻ ബാക്കി മൈദ അവളുടെ ദേഹത്തില്ലെങ്കിലും ഒരു മുൻകരുതൽ എന്നോണം അച്ഛനമ്മമാരെല്ലാവരും പോയി കുളിച്ചു വരാൻ പറഞ്ഞു. പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം. പിന്നെ അവിടെ ഒരു കുളി മത്സരം തന്നെ നടന്നു. കല്ല് കുളിച്ചിറങ്ങുമ്പോൾ കാശി ഒരു കവർ അവൾക്ക് നീട്ടി. അത് ഇട്ടുവരാൻ പറഞ്ഞു. പീച്ച് കളർ ഫ്ലോർ ലെങ്ത് കുർത്തിയായിരുന്നത്. അതിന് ചേരുന്ന ഓർണമെന്റ്സ് ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഒക്കെ ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ തോന്നില്ലായിരുന്നു. അവസാനം അവർ വന്ന് പിടിച്ചു വലിച്ചുകൊണ്ടാണ് കേക്ക് മുറിച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കല്ലു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവരും തൊണ്ടകീറി പാടി. പിന്നെ വാരിക്കൊടുക്കലായി ഉമ്മ കൊടുക്കലായി ആകെ മേളം. ഇനി ഒന്നുകൂടെ കുളിക്കാൻ വയ്യാത്തതുകൊണ്ട് ആരും കേക്ക് വാരി മുഖത്ത് വെച്ചില്ല. നല്ല കുട്ടികളായി പിറന്നാൾ ആഘോഷിച്ചു. അച്ചു, മീനും അവരുടെ വക അവൾക്കൊരു വാച്ച് സമ്മാനിച്ചു. യദുവും ജഗ്ഗും കൂടി അവിടെ സമ്മാനമായി വലുതായി ഫ്രെയിം ചെയ്ത് 2 ഫോട്ടോ നൽകി. എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു ഒന്ന്. മറ്റൊന്ന് കാശിയും കല്ലും മാത്രം ഉള്ളത്. കല്ലുവിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കണ്ണിറുക്കി ചിരിക്കുന്ന കാശി, അവന്റെ നെഞ്ചിലേക്ക് ചാരിന്ന് ചിരിക്കുന്ന കല്ലു. അവരുടെ തല്ലിനിടയിൽ എപ്പോഴോ ജഗ്ഗു എടുത്ത ഫോട്ടോയാണ്. പോസ് എന്ന് പറഞ്ഞപ്പോൾ 2 നോക്കി ചിരിക്കുകയും ചെയ്തു. വളരെ മനോഹരമായിരുന്നു ആ ചിത്രം. ബാലേട്ടിന് അമ്മയെ അവൾക്കൊരു മെമ്മറി ബുക്കാണ് കൊടുത്ത്. വിന്റേജ് തീമിൽ ക്ലാസ്സിലേക്കുള്ള ഡയറി പോലൊരു ബുക്ക്. ഇനി മുതൽ നിന്റെ ജീവിതത്തിലെ എല്ലാ സ്പെഷ്യൽ മൊമെന്റ്സും ഇതിൽ എഴുതി വെക്കണം.
ബാലേട്ടൻ പറഞ്ഞു. അതൊക്കെ നടക്കുകയെന്ന് ഉറപ്പില്ലെങ്കിലും കല്ലു സ്നേഹത്തോടെ അത് വാങ്ങി. ദേവസ്വന് അമ്മയെ അലങ്കരിച്ചൊരു കുഞ്ഞു ബോക്സിലൊരു താക്കോൽ കൊടുത്തു. കൂടുതലൊന്നും ചോദിക്കാതെ അവൾ സ്വീകരിച്ച് നന്ദി പറഞ്ഞു. അതോടെ ആഘോഷമെല്ലാം പര്യവസാനിച്ച് എല്ലാവരും ഉറങ്ങാൻ പോയി. എന്നാലും അച്ഛനെന്തിനാ എനിക്ക് ഈ താക്കോലെന്ന്? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. എനിക്ക് അപസ്മാരം ഉണ്ടെന്ന് കരുതിയിട്ടാണ് മുറിയിലെത്തിയെന്ന് കല്ല് ചോദിച്ചു. അപ്പൊ ഇതെന്താണെന്നറിയാതാണോ നീ വാങ്ങി? കാശി ഞെട്ടിപ്പോയി. അത് പിന്നെ ഞാൻ ഓർത്ത്, പിന്നെ പെട്ടെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? കല്ലു തലയുറിഞ്ഞു. ഓ, ഇങ്ങനൊരു സാധനം. വാ. കാശി അവളെയും കൂടി താഴേക്ക് നടന്നു. മുന്നിലെ വാതിൽ തുറന്ന് പോർച്ചിലെത്തി. ദാ നോക്ക്. കല്ലു അവൻ കൈ ചൂണ്ടിയ വശത്തേക്ക് നോക്കി. വെസ്പ. ആൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇതെനിക്കാണോ? പിന്നില്ലാണ്ട് ഇതിന്റെ താക്കോലല്ലേ നിന്റെ കയ്യിലിരിക്കുന്നത്? കാശി ചോദിച്ചു. അവൾ വിശ്വാസം വരാതെ വണ്ടിയിൽ തൊട്ടും തലോടിയും നോക്കി. അവൾക്ക് ഒരുപാട് സന്തോഷമായെന്ന് കാശിക്ക് മനസ്സിലായി. ഓടിക്കണോ? അവൾ നോക്കുന്നുണ്ടപ്പോൾ കാശി ചോദിച്ചു. കല്ലു തലയാട്ടി. രാത്രിയുടെ വിജനമായ വീഥികളിലൂടെ വെസ്പ നീങ്ങി. സാരഥിയായി കല്ലുവും അവൾക്ക് പുറകിലായി അവളുടെ വയറിലൂടെ കൈകൾ ചുറ്റി തോളിലേക്ക് തലയായിച്ച് കാശിയും. അവൾ ആ യാത്ര ഒരുപാട് ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇടയ്ക്കിടെ ഉയരുന്ന പൊട്ടിച്ചിരിയും കൂലും മതിയായിരുന്നു. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് ബാലേട്ടൻ നൽകിയ ബുക്കാണ്. അവളത് കയ്യിലെടുത്ത് നോക്കി. കിട്ടിയപ്പോൾ ഒരിക്കലും ഉപകാരപ്പെടില്ലെന്ന് കരുതിയതാണ്. പേനയെടുത്ത് ആദ്യത്തെ താളിൽ എന്തോ കുറിച്ചു. നിനക്ക് എൻ്റെ ഗിഫ്റ്റ് വേണ്ടേ? ബുക്ക് മടക്കി വെച്ച് തിരിഞ്ഞപ്പോൾ കാശിയുടെ സ്വരം കാതോരത്ത് വന്ന് പതിച്ചു. നേരത്തെ തന്നല്ലോ. അവൾ ഇട്ടിരുന്ന ഡ്രസ്സിലേക്ക് നോക്കി. അതല്ല എൻ്റെ ഗിഫ്റ്റ്. പിന്നെന്താ? താ. കല്ലു കൈ നീട്ടി. കാശി അവളുടെ കയ്യിലേക്ക് ഒരു എൻവെൽപ്പ് വെച്ച് കൊടുത്തു. അത് ആകാംക്ഷയോടെ തുറന്നു വായിച്ച കല്ലുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. സത്യം? നമ്മൾ പോകും പാരീസിലേക്ക്. നിന്റെ ഭാഷയിൽ ഹണിമൂൺ ട്രിപ്പ് എന്നും പറയാം. കല്ലുവിന് ഇനിയും ഞെട്ടാൻ വയ്യായിരുന്നു. അവൾ തന്നെ നെഞ്ചിലേക്ക് ചാരി നിന്നു. എപ്പോ പോവും? നിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട്. ഇഷ്ടായോ? ഒരുപാട്. കല്ലു അവനിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. അകലാൻ കഴിയാത്ത വിധം അവളെ ചേർത്ത് പിടിച്ച് കാശിയും. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെയുരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ദേവൻ പത്രത്തിൽ നിന്ന് തലയുയർത്തി ജഗ്ഗുവിനെ നോക്കി. ഇതേതാ കാളരാകും? എന്താടാ, കാശ് വല്ലതും വേണോ? ഏയ് വേണ്ടച്ചാ. പിന്നെന്തിനാടാ രാവിലെ തന്നെ എണീറ്റ് വന്നിരുന്ന് പാടി വെറുപ്പിക്കുന്നേ? അച്ഛൻ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കഷ്ടം തന്നെ അച്ഛാ, കഷ്ടം. എനിക്കിവിടെ പാട്ട് പാടാനും പാടില്ലേ? പാടിക്കോ, ഇഷ്ടം പോലെ പാടിക്കോ. അങ്ങ് മാറി ആ തൊഴുത്തിലെങ്ങാനും പോയിരുന്ന് പാട്. പശുക്കൾക്കൊരു കൂട്ടാവട്ടെ. ഹോ, എന്റെ ചെവി കേടാക്കാൻ എനിക്ക് വയ്യ. അച്ഛാ, എന്നിലെ സംഗീതജ്ഞനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അച്ഛൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. സംഗീതം നീരുമിൽ നടന്നു വീണ പൊൻതാരകമാണ്. മണ്ണൊഴുട്ടി നിൽക്കുന്ന പുൽത്തകിൽ തത്തിക്കളിക്കുന്ന ഹിമബിന്ദുക്കളുടെ നനുത്രാർത്ഥത കണക്കെ അച്ഛന്റെ മനസ്സിന്റെ അകത്തങ്ങളിലേക്ക് സംഗീതത്തിന്റെ മധുമാരി പൊഴിക്കാൻ വന്നതല്ലേ അച്ഛൻ ഞാൻ? ദേവനവനെ നന്നായിട്ടൊന്ന് പുച്ഛിച്ചു വിട്ടു. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞി കാലടി ഒരണി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. ഇനി പാടിയ കാലുകൊണ്ടല്ല പോലെ കൊണ്ടടിക്കും ഞാൻ. യോ, അങ്ങനെയൊന്നും പറയില്ലേ. അതെ, പിന്നെ അതുണ്ടല്ലോ. ഏത്? എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി മൂന്നാറിന് ട്രിപ്പ് പോകുന്നുണ്ട്. ഞാനും കൂടി പൊക്കോട്ടെ. ആഹാ, മൂന്നാൾക്കാരോ? അല്ലച്ചോ, മൂന്നാറ്. മൂന്നാറ് മാത്രമേ പോകുന്നുള്ളൂ. ഊട്ടി കൊടൈക്കനാലൊന്നുമില്ലേ? അത് ഇത് സെറ്റായിട്ടൊന്ന് തീരുമാനിക്കാം. മസീനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. അച്ഛാ, എനിക്ക് അപ്പൊ ഞാൻ നിനക്ക് ലീവ് തരണമായിരിക്കും. അതെ, എങ്ങനെ മനസ്സിലായി? ജോത്സ്യനാണോ? നിന്റെ ട്രെയിനിങ് തീരെ എത്ര ആൾടാ? 2 മാസം. അത് തീർന്ന് 1 വർഷം ശമ്പളമില്ല ജോലി ചെയ്തിട്ടേ നിനക്ക് ലീവ് വരുന്ന പരിപാടിയുള്ളൂ. അച്ഛാ, വൈ ദിസ് കോലബറി? അച്ഛനല്ലേ എപ്പോഴും പറയാറ് ഏട്ടനെ കണ്ടുപിടിക്കുന്നു. അതെ, അതിനെന്താ? അപ്പൊ ഞാൻ ഏട്ടനെ പോലെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ അച്ഛാ? പാറ. അല്ല, പറ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. എടാ, നിന്റെ ഏട്ട ഓഫീസിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഏതാണ്ട് 1.5 വർഷത്തോളം ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. അതും പോരായിട്ട് അവനെ കൊണ്ട് എത്രയൊക്കെ ജോലിക്കാൻ പറ്റുമോ അത്രയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പട്ടിപ്പണി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ പോയാലും അവൻ അവിടെ ഇരുന്ന് സിവിലിലെ എല്ലാ കാര്യങ്ങളും നോക്കും. എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതും ചെയ്യാറുണ്ട്.
ഞാനും അങ്ങനെയൊക്കെ ചെയ്യാച്ചാ. നീ ഇവിടെ ഉള്ളപ്പോ തന്നെ ഒരു പണി ഏൽപ്പിച്ച് 5-6 ദിവസം കഴിഞ്ഞ് മൊത്തം പൊട്ടത്തെറ്റായി കൊണ്ടുവരുന്ന നീ. അച്ഛാ, സമയം കളയാതെ ഓഫീസിൽ പോകാൻ നോക്കടാ. ജഗുപതി എണീറ്റ് നടന്നു. ഇനി അവിടെ ഇരുന്നിട്ടും കാര്യമില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവരിൻ നൂലിഴ ആരും തുടച്ചില്ല. ആര് കേക്കാൻ? ഏറ്റില്ല അല്ലേ? സൈഡിൽ നിന്നൊരു അപശബ്ദം. നോക്കുമ്പോ കല്ലു വിത്ത് വൃത്തികെട്ടൊരു ചിരി. എന്ത് ചെയ്യാനാ? കലാകാരന്മാരെ ലോകം അംഗീകരിക്കില്ലല്ലോ. കഴിവേറി ഒരു കഴിവേറിയായിപ്പോയി ഞാൻ. അവൻ വിഷമത്തോടെ മുകളിലേക്ക് കയറിപ്പോയി. കല്ലുവാൻ പോകുന്ന നോക്കി മിഴിച്ചു നിന്നു. തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.